ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യം ഞാൻ സന്തോഷത്തോടെ ചെയ്തിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഞാൻ എയർ ഡ്രോപ്പ് എടുത്ത് ഗൈസ്. എങ്ങനെയല്ലോ ഒരു എയർ ഡ്രോപ്പ് എടുത്ത് എൻ്റെ ഫ്രണ്ട് എനിക്ക് എടുത്തു തന്നു. ആ ഫ്രണ്ടിനെ ഞാനിതിപ്പോൾ കാണിച്ചു തരാം. ഓന് യൂട്യൂബ് ചാനലുണ്ട്. ഓൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഗെയിമിംഗ് വിത്ത് ബ്രദേഴ്സ് എന്നാണ്. ഓക്കെ, ഞാൻ ഓനെ കാണിച്ചു തരാം കേട്ടോ. അവൻ്റെ അക്കൗണ്ട് ഇതാണ്. കൊടുത്തു മിസ്റ്റർ ബ്ലാക്കി എന്നാണ് അവൻ്റെ ഫ്രീ ഫയർ നെയിം. കിഡ്ലം പ്ലെയറാണ്. വൺ ടാപ്പെല്ലാം കിഡ്ലം പോലെ അടിക്കും. ഓനെന്തായാലും സപ്പോർട്ട് ചെയ്യണം കേസ്. ഞങ്ങൾ BR 2 ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. CS 3 ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മാസ്റ്ററും അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഴിച്ച് ഇന്നടുത്ത് എയർ ഡ്രോപ്പ് എന്താണെന്ന് വെച്ചാൽ 3 ഇമോട്ട് പിന്നെ 100 ഡയമണ്ട്. 3 ഇമോട്ടും 100 ഡയമണ്ടുമാണ് എനിക്ക് ഈ എയർ ഡ്രോപ്പിൻ്റെ അകത്ത് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് 3 ഇമോട്ട് ഞാൻ ഇന്ന് കാണിക്കുന്നതായിരിക്കും. ഇത് എനിക്ക് 2 ബുയെ, അതായത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. ഇതിൻ്റെ അകത്തുനിന്ന് ഡ്രോൺ വോളേജിൻ്റെ അകത്തുനിന്ന് CS 2 ഹീറോയ്ക്ക് അടിച്ചു തരാം. കിട്ടിയൊരു ഇമോട്ടാണ് ഇത്. ഈ ഒരു കിഡിലം സ്വാഗ് ഇമോട്ട്, ഐ ക്യാൻ സി യു ടൈപ്പ് ഇമോട്ട്. പിന്നെ ഞാൻ 2 ഹീറോയ്ക്ക് അടിച്ചുകൊണ്ട് എനിക്കിതൊരു 80 ദിവസമുണ്ട് ഈ ഇമോട്ട്. പിന്നെ ഉള്ളത് എനിക്ക് കാണാൻ പോകുന്ന 3 ഇമോട്ടാണ് എനിക്ക് ഈ എയർ ഡ്രോപ്പിലൂടെ കിട്ടുന്നത്. ആദ്യത്തത് ഈ ജമ്പ്, രണ്ടാമത്തെ ക്ലാപ്പ് ഇമോട്ട്, മൂന്നാമത്തെ ഡാബ്. ഈ 3 കിഡിലം പോലത്തെ ഇമോട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതെല്ലാം കൊണ്ട് ഒന്ന് കളിക്കുക ഗൈസ്. ഞാനിപ്പോൾ സാൻഡിനോനാണ് ഇട്ടത്. നമുക്കൊരു CS കളിക്കാം. ഇപ്പോൾ CS ഞാൻ ഡയമണ്ട് 15 സ്റ്റാർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊന്നും സപ്പോർട്ട് എനിക്ക് കിട്ടാറേ ഇല്ല ഇപ്പോൾ കേട്ടോ. സപ്പോർട്ട് വളരെ കുറവാണ്. എന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, എനിക്ക് നിങ്ങൾ സപ്പോർട്ട് തന്നാൽ എനിക്ക് അത്രയും സന്തോഷമാണ്. പിന്നെ എനിക്ക് അത്ര വിഷമവുമില്ല. എന്താ വെച്ചാൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരും എന്നെനിക്കൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ ആടി വീഡിയോയെല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാൻഡിനോ ഇടുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓനെ ഉപയോഗിക്കാൻ അറിയണം. ഓനെ ഏടി ഇട്ടിട്ട് ഏതെങ്കിലും ഹൈഡായൊരു പ്ലേസിലിടണം. അത് ആ ഒരു ടൈമിങ് അനുസരിച്ച് ഇടണം. ഗൈസ്, എനിമി വരുന്നുണ്ട്. ഓക്കെ, എനിമി വന്നിട്ടുണ്ട് ഗൈസ്. ഞാനിവിടെ സാൻഡിനോ ഇട്ടു. ഇപ്പോൾ പോന്ന് ആടുന്ന് ഒന്ന് ചുറ്റി പോവാ. ഗൈസ്, ഓനെ കില്ല് കിട്ടുകയാണെങ്കിൽ, ഇല്ല കിട്ടൂല. താഴെപ്പോ ഗൈസ്, ഇങ്ങനെയല്ലാണ് സാൻഡിനോനെ കിഡിലായിട്ട് എനിക്ക് കില്ല് കിട്ടിയില്ല കേട്ടോ. അയ്യോ, ഇങ്ങനെയെല്ലാം സാൻഡിനോനെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക. അതായത് നമ്മളൊരു ഹൈഡിങ് പ്ലേസിൽ ഇട്ടിട്ട് പോയാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അടുത്തേക്ക് എനിമീനെ പുഷ് ചെയ്താൽ അവരെ ശ്രദ്ധിക്കാത്ത ടൈപ്പ് നമുക്ക് സുഖമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റൗണ്ട് ചെയ്ത് പോയാൽ നമുക്ക് എനിമീനെ ലോക്ക് ചെയ്യാനാവും. അങ്ങനെ ഒരു യൂസ്ഫുള്ളാണ്. ഇതുകൊണ്ടാണ് കേസ് ഞാൻ സാൻഡിനോനെ ഇടുന്നത്. ഈ റൗണ്ടിൽ സാൻഡിനോ മെയിനായിട്ട് യൂസ്ഫുൾ ആവുക. സാൻഡിനോനെ ലെഫ്റ്റ് കാണുന്ന അങ്ങോട്ടേക്ക് വിടുക, നമ്മളിപ്പുറത്തോട്ട് പോവുക. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. എനിക്ക് വേറൊരു ഐഡിയ ഉണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മൾ കിട്ടില്ലല്ലേ. അങ്ങോട്ട് വിട്ടിട്ട് അയ്യോ, ഓനാടുണ്ടായി. ഞാൻ കണ്ടില്ല ഗൈസ്. സീനില്ല, എടുക്കാനാവും. ഈ കളി നമ്മളെടുക്കും, അതൊക്കെ അത്രയില്ല. ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. ശ്രദ്ധക്കുറവാന്ന് കാരണം. അടി ഉണ്ട് മോനെ. ഇവൻ കുറച്ചും കൂടെ പുഷ് ചെയ്ത്
രണ്ടെണ്ണങ്ങളേ ഇല്ലു. ഓ ഓക്കെ, ഇനി 1 മോർ നൂബിട. അതാ ലൂട്ട് ബോക്സ് ഡ്രോപ്പിൻ്റെ അടിയുണ്ട്. ഓ കിടിലം റഷിങ് ആണല്ലോ ഗൈസ്. ഓക്കെ, ഈ കളി നമ്മൾ ജയിക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ കളി നമ്മൾ ജയിക്കും. സിമ്പിളായിട്ട് ജയിക്കാനാണ് അതിന്. ഞാൻ പത്താം പൊട്ടത്തരാണ് കളിക്കുന്നത്. ഒന്ന് മൂഡ് കറക്റ്റ് കേസ് കിടിലാക്കാനാവും കേസ്. അത് പെട്ടെന്ന് ഒന്ന് ഇതായതാട്ടോ. അപ്പുറത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ന്യൂസിൻ്റെ വോയിസ് വെക്കും, നിങ്ങൾ കാര്യമാക്കണ്ട. M4A1 കിട്ടി. ഓക്കെ, അപ്പോൾ ലോങ് റേഞ്ച് സെറ്റ്. ഗൈസ്, ഈ സാധനത്തിന് ആദ്യം അടിച്ചിടാം. എന്നാ വെച്ചാൽ ഇത് ചൊറയാക്കും. നമ്മളൊരു കിടിലം പെർഫെക്ഷനിൽ അടിക്കുമ്പോൾ ആയിരിക്കും ഇതിൻ്റെ മറ്റേ കളി കളിക്കുക. ഫിനിഷ് ചെയ്താൽ മതി. എടേ അത് കിട്ടിയതാണ്. ഓനെ മാഗ്. കേസ് ഈ കളി തോക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ഈ കളി തോക്കും ഗൈസ്. നമ്മളല്ല മാഗ് എടുത്തിട്ട് വന്നാൽ പിന്നെ കുത്തിപ്പിടീൻ്റെ ഇതാണ്. നമുക്ക് M18 എടുക്കാം. ഞാനിപ്പം കുറേ ആയി ഒരു ഷോട്ട് ഗണ്ണ് വെച്ച് കളിച്ചിട്ട്, അതുകൊണ്ട് പൊട്ടാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. പക്ഷെ ഒരു കില്ലൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ സൈഡ് പോകുന്നതാണ് കേസ് നല്ലത്. എൻ്റെ കൈമില്ലത് ഷോട്ട് ഗണ്ണ്. അടിപൊളി. 4 എണ്ണം ഒരുമിച്ച് എൻ്റെ അണ്ണാക്കിലോട്ട് കയറി വന്നപ്പോൾ ഞാൻ ഈ കളി നോക്കും. ഉറപ്പാണ് ഈ കളി നോക്കും. ഓനെടുക്കൂല. സർവേഷ് എടുക്കൂല ഗൈസ്, ഓന് പേടിയാണ്. സപ്പോർട്ട് കൊടുക്കും മോനെ. ഓക്കെ, അത് പൊളിച്ച് ഫിനിഷ് ചെയ്തു. ഓക്കെ, അതും പൊളിച്ച്. അതും പൊളിച്ച്. നെയ്ഡ് കുക്ക് ചെയ്ത് ചെറിയ. ഓ പൊളി പൊളി പൊളി. അത് അടിപൊളിയായിനി. ഐ റെസ്പെക്ട് ഹിം. കിഡ്ലം പോലെയാണ് എടുത്തത്. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു ഗൈസ്. സർവേഷ് എടുക്കൂല പറഞ്ഞ സർവേഷ് തന്നെ എടുത്തു. ഇന്ന് എടുക്കാൻ പോകുന്നത് ഒന്നും വേണ്ട, ഡബിൾ വെക്ടർ. എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് കളിച്ചാൽ മതി ഗൈസ്.
അയ്യോ ഇപ്പഴേ കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിന്റെ മുകളിലുണ്ടെന്ന് ഉറപ്പാണ്. എടാ നോക്കടാ ഗായ്സ്, 2 നോക്കാന്ന്. ഈ ആശ എന്നാ കളിക്കുന്നു നൂബ്. എന്റെ കില്ലിലും പോയിട്ടാ. ഒരു കോബ്ര MP40 പിടിച്ചിട്ട് ഒരു നൂബൻ ഗൈസ്. ടീമായിട്ട് കളിക്കുന്നില്ല, എല്ലാം ഒറ്റക്ക് വേണം. ഓ മൂഞ്ചില്ല. ഞാൻ പറഞ്ഞല്ലോ മൂഞ്ചില്ലാന്ന് പറഞ്ഞു, പക്ഷെ മൂഞ്ചി. ഗൈസ് 2600 ഉണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ ഫണ്ടായിട്ടില്ല. എനിക്ക് വേണ്ടത് അത് ഫുള്ള് ലെവൽ മാക്സ് എനിക്ക് വേണ്ടത്. ഇവിടെ MP40, നമുക്ക് MP40 കളിക്കാം. കണ്ടേരാന്ന് ആലോചിച്ചത്. MP40 വെച്ച് കളിച്ചാൽ എന്താ പ്രശ്നം? കിട്ടില്ലല്ലേ? Enemy spotted. ഡ്രാഗ് ആയിട്ടില്ല. മുന്നിലതാടാ കൈസ്, എനിമീനെ മുന്നിൽ വെച്ചിട്ടാ കൈസ് ഇങ്ങനെ കളിക്കുന്നത്. അത്ര അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവസാനം പോയി തോറ്റ്. അടുത്ത കളിയാണ് ഇറങ്ങിയതേ. ആ കൊഴിയില്ലേയില്ലോ, എന്നാലും മാസിന് ഒരു കമ്മിയും വരാൻ പാടില്ലല്ലോ. ഗ്രോസ് X കിട്ടണം, പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല. നേരെ പോയിട്ട് എനിമിൻ്റെ വായിക്കൊണ്ട് കൊടുക്കും. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാ. ഞാൻ ഇതെങ്ങോട്ടാ പോണ്? ഞാനിങ്ങനെ പോട്ടത്തരം കളിക്കണ്. അയ്യോ അയ്യോ. സീഡിയൊന്നും ഒരു വാപ്പിളിപ്പായാലും ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടായിനി.
ഗായ്സ് ഡ്രാഗ് ചെയ്യാൻ പോലും കിട്ടിയില്ല സമയം. ഗൈസ് ഈ കളി തോക്കും, ഞാൻ പറയുന്നത്, ഞാനാണ് സത്യം, ഈ കളി തോക്കും. അപ്പോൾ ഗൈസ് സാന്റിനോ ഫസ്റ്റ് കളി തന്നെ ലാസ്റ്റായിട്ടും 3G ആയിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ ഇത്താത്ത മൺതേടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.